ഹായ് ഗൈസ്, ദിസ് ഇസ് റോമി മലയാളി. ഞാൻ കിരൺ. ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റിപ്പബ്ലിക് സ്ക്വയറിലാണ്. ഇന്ന് ഇവിടുത്തെ ഫെസ്റ്റിവലാണ് വാർദ്ധവാർ, അല്ലെങ്കിൽ വാട്ടർ ഫെസ്റ്റിവൽ എന്ന് പറയും. അപ്പോൾ അതാണ് ഇന്ന്. ആരമയത്തും വെള്ളമൊഴിക്കാം. ഇതുപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രായ വ്യത്യാസമൊന്നുമില്ല. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇന്ന് ഇവിടെ വന്നിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. പരസ്പരം വെള്ളം കോരി ഒഴിക്കുക, അതാണ് ആഘോഷം. വളരെ രസകരമായ ഒരു ആഘോഷം. അങ്ങനെ ഒരു ഫേമസ് ആയ ഒരു ഫെസ്റ്റിവലാണ്. അർമേനിയയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഫെസ്റ്റിവലാണിത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരി ഒഴിക്കും, ഡാൻസ് കളിക്കും, വീണ്ടും വെള്ളം കോരി ഒഴിക്കും. അതാണ് ഇന്നത്തെ മെയിൻ ആഘോഷം. കേസ്, ഇപ്പോൾ ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. ഇന്ന് ഞാൻ നേരത്തെ വരണമെന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ ആഘോഷങ്ങൾ രാവിലെ തൊട്ടേ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു ഉച്ചയായി. ഞാൻ പിന്നെ എൻ്റെ ഫോണിന് ഒരു കവർ ഇന്ന് ആരും സേഫ് അല്ലാത്തതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും വെള്ളം തലയിൽ വന്ന് ഒഴിക്കാം. അപ്പോൾ ഫോണൊന്ന് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് കവർ ഒന്ന് അന്വേഷിച്ചായിരുന്നു. ഇവിടെ ഒരു കവർ കിട്ടും ഇങ്ങനെ ഫോൺ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ 1-2 കടകളിലൊക്കെ കയറി അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നും അതിൻ്റെ കവർ കിട്ടാനില്ല. അങ്ങനെ ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ എൻ്റെ ഫോണൊക്കെ ഒന്ന് നന്നായിട്ട് ചുറ്റി, ക്യാമറ ഉള്ള ഭാഗത്ത് ചെറിയൊരു ഹോളൊക്കെ വിട്ട് അങ്ങനെ ഒരുവിധം സേഫാക്കി എടുത്തു കൊണ്ടിരിക്കുന്നു. എന്താവുമെന്നറിയില്ല. ഇന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ ഫോൺ പോയി. പരിപാടിയൊക്കെ രാവിലെ തുടങ്ങിയിട്ടാ. നല്ല ക്രൗഡും ഉണ്ടല്ലോ. DJ പാർട്ടിയൊക്കെ ഉണ്ട്. അവിടെ ഫോമൊക്കെ വാരി എറിയുന്നുണ്ട്. ഫോം പാർട്ടിയാണോ ഇനി? അയ്യോ, നല്ല ആളുണ്ട്. ഇനി ഫോണ് പോകാതെ എങ്ങനെ സൂക്ഷിക്കുന്നറിയില്ല. നല്ല ആളുകൊണ്ട് നല്ല ഇതുകൊണ്ട് പീരങ്കിയിലൊക്കെ വെച്ച് വെള്ളം അടിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജലപീരങ്കി കൊള്ളാം. ഇവിടെ കലാപമൊന്നും നടത്തണ്ട. ജലപീരങ്കി ഇവിടെ ഇതിന് വന്നാൽ മതി, വാർദ്ധവാറിന് വന്നാൽ മതി. ജലപീരങ്കി വെച്ച് വെള്ളം അടി കൊള്ളാം. പിന്നെ ഇവർ ഡയറക്റ്റ് മേത്തേക്ക് അടിക്കില്ല, ആകാശത്തേക്ക് അടിക്കുള്ളൂ. ആ വെള്ളം ഇങ്ങനെ വന്ന് വീഴുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ പിള്ളേരെ കൊണ്ട് ഇവിടെ എല്ലാവരും തോക്ക് വെച്ച് മുഖത്തേക്കും ചെവിയിലേക്കും അടിക്കാം. അതാണ് ഒരു പ്രശ്നം. ഗൈസ്, അപ്പോൾ വന്ന ഉടനെ തന്നെ ഒരു അപ്പാപ്പൻ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു. നിന്നതേ ഉള്ളൂ, അപ്പോഴേക്കും ഈ അപ്പാപ്പൻ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു ഗൈസ്. അങ്ങനെ ഇപ്പോൾ DJ ഒക്കെ നേരത്തെ തുടങ്ങി. ഇവിടെ എല്ലാവരും ആഘോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ വരാൻ ലേറ്റായിപ്പോയി. വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കോരിയേക്കണം. അവിടെ മറ്റേ പോലീസിൻ്റെ ജലപീരങ്കിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് വെള്ളം അടിക്കുന്നുണ്ട്. വെള്ളം അടിക്കാൻ ഒരു മതില്ല. ഫയർഫോഴ്സൊക്കെ വന്ന് തലയിൽ കൂടെ ഇങ്ങനെ വെള്ളം അടിക്കും, മോട്ടർ വെച്ച് വെള്ളം അടിക്കും. അതുപോലെ ജലപീരങ്കി വെച്ച് ആകാശത്തേക്ക് ഇങ്ങനെ വെള്ളം ചീറ്റും. അപ്പോൾ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ മൊത്തം തന്നെയാണ്. പിന്നെ അതൊരു തണുപ്പുള്ളൊരു ഇതാണ്. കുറച്ച് നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് വെള്ളം വീഴുന്നത് നല്ലതാണ്, ഒരു തണുപ്പ് കിട്ടും. പക്ഷേ ഇത് കുറേ സമയം വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തണുക്കും. അപ്പോൾ നല്ല DJ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും DJ ഉണ്ടായില്ല. ഈ പ്രാവശ്യം നല്ല DJ ഉണ്ടായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട്. എല്ലാവരും ഡാൻസാണ്. അപ്പോൾ അലാമൊക്കെ അടിച്ചിട്ടാണ് എല്ലാവരും വെള്ളം ഒഴിക്കുക. അപ്പോൾ ഓടി ഒളിക്കേണ്ടവർക്ക് അലാമിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടി ഒളിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ കുളിക്കാം. അപ്പോൾ വെള്ളം അത്രയും നനയേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സാറിന് അടിക്കുമ്പോൾ തന്നെ ഓടി കളിക്കാം. അതെന്തായാലും ഒരു ഉപകാരമാണ് പോലീസ് ചെയ്യുന്നത്. ഒരു അലാം അടിച്ചിട്ട് വെള്ളം അടിക്കുന്നത് നല്ലതാണ്. സർപ്രൈസ് ആയിട്ട് അടിക്കുന്നില്ല. അവിടെ സ്വിച്ച് താഴെ ബക്കറ്റ് നിറച്ചുണ്ട്. ചെറുക്കന് മഴ പോയി. മതി ചെറുക്കന് പനി പിടിക്കും.
അല്ലപ്പോ ഇത് ഇത്ര തിരക്ക് അടിച്ചോ ഒക്കെ വരും ഈ വോയിസ് ഒക്കെ വരും. പെണ്ണുങ്ങളെ മേത്ത് മാത്രമേ അടിക്കുള്ളൂ. തീർത്താ മേലെ പിടിക്കാൻ കിട്ടുമ്പോ വല്ല ചട്ടക്ക് കയറിയല്ലോ. അതിന് അങ്ങനെ പാസനാണോ? നേരെ മുമ്പിൽ പോകുന്നുണ്ട്. വാ ഇനി പേര് പിടിച്ച അവൻ വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് എറിയുന്നു. അതിനെന്താ ആഘോഷം? റൂമിൽ അടച്ചിട്ട് അവൻ തലയിലേറിയ അതെന്റെ ആഘോഷം. നനയുന്നതല്ലല്ലോ, നനയിപ്പിക്കുന്നതല്ലേ ആഘോഷം. അമ്മ ഗൈസ് ഇപ്പോൾ തോക്കിൽ വെള്ളം തീർന്നു. അപ്പോൾ ആരെങ്കിലും വെള്ളം മേത്തൊഴിച്ചാൽ തിരിച്ചൊഴിക്കുന്നത് തന്നെ വെള്ളം വേണ്ട. അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ എന്നല്ല, ഇതിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി വെക്കുന്ന വെള്ളമാണ്. അപ്പോൾ എവിടെ പോയാലും ഇതിന് ഇത്ര തിരക്കാണ്. ഇവിടെ ക്യൂ നിന്ന് വേണം കുറച്ച് വെള്ളം കിട്ടാൻ. അത് കുടിക്കാനായാലും തോക്കിൽ നിറയ്ക്കാനായാലും എന്തിനായാലും നമ്മൾ ക്യൂ നിന്ന് വേണം വെള്ളം എടുക്കാൻ. ഈ കാണുന്ന ആളൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. ബക്കറ്റിലും തോക്കിലും ഒക്കെ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇത്രയും പേര് വെയിറ്റ് ചെയ്യാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. പോവാം. സെറ്റല്ലേ? ഇന്ത്യ, പാകിസ്ഥാൻ, തുർക്കി, ഇറാൻ, ഗ്രീസ്, ഏകദേശം അർമേനിയ, റഷ്യ എല്ലായിടത്തും പോയിട്ടുണ്ട്. ജർമ്മനി. ഇത് എവിടുത്തെ വണ്ടിയത്? ഇവരാണ് ഇതിൻ്റെ ആള്. ഇറാൻ്റെ വണ്ടിയാ. ഇത് ക്യാമ്പിങ്ങിൻ്റെ വണ്ടിയാണോ? ഇത് ഇറാൻ്റെ വണ്ടിയാണല്ലോ. അതെ, ഇവരാണ് പോകുന്നുണ്ട് ഫുഡ് കഴിക്കുന്നത്. എല്ലാം ക്യാമ്പാണ്. കുറേ പേര് വന്നിട്ടുണ്ടോ? കുറേ പേര് വന്നിട്ടുണ്ട്. ഇത് നിരന്ന് കിടക്കണ്. അത് ചേച്ചി വീണ്. സോളാർ നോക്കി മേലെ സെറ്റല്ലേ? കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. ലൈന് മൊത്തം അതാണോ? ഇതാ എല്ലാം ഇറാൻ്റെ കേട്ടോ. ഒരു ഗ്രൂപ്പായിട്ട് വന്ന് പോകുന്നുണ്ട്. ഇത് ഉണ്ടായി. ഓ, ഇത് സെറ്റ് വണ്ടി അല്ലേ? ഫുഡ് റെഡി. എല്ലാം ഇറാൻ്റെ. അവരെവിടെ റഷ്യയിലോ അല്ല ഗ്രീസിലങ്ങണ്ട. ഒരാൾ അതിൻ്റെ വെള്ളത്തിരുന്ന് മൊബൈൽ നോക്കണം. ഇതേത് വണ്ടിയാവോ? കാറിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. കാറിലൊക്കെ വന്നിട്ടുണ്ട്.